കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിൻ്റെ ഭാഗമായി ആദ്യക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് കൊടുത്തയച്ച പുസ്തകമാണിത്. ദയ എന്ന പെൺകുട്ടി. പുസ്തകത്തിൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വന്നത് നമ്മുടെ മഞ്ജു വാര്യർ തകർത്തഭിനയിച്ച ആ സിനിമ തന്നെ, ദയ. കൽബീസ് നഗരത്തിൽ ധനികനും ധർമ്മിഷ്ഠനുമായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. പൊതുനന്മയ്ക്കായുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കുകൊണ്ടു. MT വാസുദേവൻ നായരുടെ ഈ ഒരു നോവലിൻ്റെ ഒരു ഭംഗിയും നഷ്ടപ്പെടുത്താതെ അതേ രീതിയിൽ തന്നെയാണ് ദയ എന്ന സിനിമയും ചിത്രീകരിച്ചിരിക്കുന്നത്. അതിബുദ്ധി സാമർഥ്യവും അറിവും ആയുധമാക്കിയ നമ്മുടെ ദയ എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയുടെ യഥാർത്ഥ ലക്ഷ്യമെന്തെന്ന് പറയാനറിയുമോ? സ്വന്തം നന്മ കൊണ്ട് പരമകാരുണികനായ ദൈവത്തെ ആദരിക്കുക, അവിടുത്തെ മഹിമ മനസ്സാ വാഴ്ത്തുക, ശാന്തിയിലേക്ക് സ്വന്തം മനസ്സിനെ ഉയർത്തുക. യഥാർത്ഥമായ പ്രാർത്ഥന അതല്ലേ മഹാപ്രഭു? ജീവിത സാഹചര്യം കൊണ്ട് ഒരു യുവാവായി മാറേണ്ടി വന്ന ദയയുടെ വേഷം വളരെ ഭംഗിയായാണ് മഞ്ജു വാര്യർ ചെയ്തിരിക്കുന്നത്. വിശ്വസിക്കണേ, മന്ത്രമണലിൽ കാണുന്നത് തെറ്റാറില്ല. മലയാളത്തിൻ്റെ താരപ്രതിഭകൾ അഭിനയിച്ച ഈ സിനിമ വേറിട്ടൊരു അനുഭവം തന്നെയാണ് നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്.